അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, ഈ വാദി ത്വയ്ബയിൽ സംഗമിച്ചിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരായ പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം KICR വഴിയും ചാനൽ വഴിയും ലൈവായി ഈ പരിപാടി ദർശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ആദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കേരളത്തിലെ സമുന്നതനായ പണ്ഡിതനും കാസർഗോഡിന്റെ അഭിമാനപുത്രനുമായിരുന്ന ധീര രക്തസാക്ഷി CM അബ്ദുള്ള മുസ്ലിയാർ ചമ്പരിക്ക, അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകളും അതുപോലെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റ്, കാസർഗോഡിന്റെ പ്രഗത്ഭനായ മുൻകാലി TKM ബാവ മുസ്ലിയാർ, അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രഗത്ഭനായ ദീർഘകാലത്തെ ട്രഷറർ, ഈ അടുത്ത കാലത്ത് ഇവിടെ വാങ്ങിയ അഭിവന്ദനായ പാർന്നൂർ PP ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ സുന്നി യുവജന സംഘത്തിലെ ഈ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ നമ്മോടൊപ്പം മുന്നിൽ നിന്നതിന് നേതൃത്വം നൽകിയിരുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രഗത്ഭനായ മുൻ സംസ്ഥാന സെക്രട്ടറി PP മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ നമ്മോട് വിടവാങ്ങിയ നമ്മുടെ സകലമാന പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും സാദാത്തുക്കൾക്കും നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുപോലെ വന്നരായ നമ്മുടെ പ്രസിഡന്റ് അവറുകളും തങ്ങളവറുകളും ഇടക്കും ഇവിടെ സൂചിപ്പിച്ചു പ്രാർത്ഥനയിൽ SKSSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ നമ്മുടെ അഭിവന്ദനായ പ്രവർത്തകൻ ക്യാൻസറിന്റെ ഒരു ചെറിയ ശാഖയുണ്ടെന്ന് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. വിശദമായ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാരകമായ ക്യാൻസർ രോഗബാധ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ മെസ്സേജ് വഴിയും നേരിട്ടും KICR വഴിയും ഏൽപ്പിച്ച ധാരാളം സുഹൃത്തുക്കൾ, ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും എല്ലാ രോഗങ്ങളും ഈ ജനലക്ഷങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഷിഫാഇന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പ്രബല വിഭാഗം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. അഭിവന്ദനായ സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അവർ പ്രസിദ്ധീകരിച്ച സമ്മേളന സുവനീറിന് അവർ പേര് കൊടുത്തത് പൈതൃകം എന്നാണ്. സുന്നി യുവജന സംഘം പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയവും ചർച്ചക്കിട്ടുകൊണ്ട് നാട് നീളെ നിരന്തരമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ അല്ല, പൈതൃകത്തിന്റെ അവകാശികൾ ഞങ്ങളാണെന്ന് നേരിട്ട് പേരിട്ടുകൊണ്ട് പ്രസിദ്ധീകരിച്ച സോവനീർ, അതിന്റെ ആദ്യത്തെ പേജിൽ സ്വാഗത സംഘം ചെയർമാൻ, ആ സംഘത്തിന്റെ പരമാധികാരി എഴുതിയ ലേഖനത്തിൽ കൃത്യമായി അടിവരയിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൈതൃകം എത്തി നിൽക്കുന്നത് 1922 രൂപീകൃതമായ കേരള മുസ്ലിം ഐക്യസംഘത്തിലാണ്. അതാണ് ആ സോവനീർ. നമുക്കതിന്റെ 1ാമത്തെ പേജിൽ കൃത്യമായവരത് എഴുതി വെച്ചത് കാണാൻ സാധിക്കും. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൈതൃകം എത്തി നിൽക്കുന്നത് 1922 രൂപീകരിച്ച കേരള മുസ്ലിം ഐക്യസംഘത്തിലാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരാണ് കേരള മുസ്ലിം ഐക്യസംഘക്കാർ. ആരായിരുന്നു അതിന്റെ നായകന്മാർ? KM മൗലവിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിരുന്നു. ഈ KM മൗലവിയിലും വക്കം അബ്ദുൽ ഖാദർ മൗലവിയിലും ഇവിടെ പാരമ്പര്യവും പൈതൃകവും എത്തി നിൽക്കുന്നു. അവിടെ നിന്ന് കേരളത്തിൽ എന്തുകൊണ്ട് പരകോട്ട് പോകുന്നില്ല? ഈ രണ്ട് മൗലവിമാരുടെ പാരമ്പര്യം, പൈതൃകം, പിതൃത്വം എവിടെ എത്തിച്ചേരുന്നു?
അവർ തന്നെ വിശദീകരിക്കട്ടെ. അവർ പറയുന്നു, ഞങ്ങളുടെ പൈതൃകം, കേരളത്തിലെ ഈ പുതിയ ആശയങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ നിന്ന് എവിടെ നിന്ന് ലഭിച്ചു? വളരെ വ്യക്തമായി ആധികാരികമായുള്ള പ്രസിദ്ധീകരണങ്ങൾ അവർ എഴുതി വച്ചിരിക്കുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു സയ്യിദ് റഷീദ് ഖുദ, ഈ 3 പണ്ഡിതന്മാർ, പണ്ഡിതത്രയങ്ങൾ, അവരൊരു കമ്പനിയാണ്. അവസാനത്തെ പണ്ഡിതൻ സയ്യിദ് റഷീദ് 1935 അന്തരിച്ചത്. ഈ പണ്ഡിതത്രയങ്ങളിൽ നിന്നാണ് ഈ പുതിയ ആശയം ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ പൈതൃകം അവരിൽ എത്തി നിൽക്കുന്നു എന്ന് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ 3 പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പൈതൃകം എവിടെയാണ് എത്തി നിൽക്കുന്നത്? കൃത്യമായി ചരിത്രപരമായ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയാൽ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു സയ്യിദ് റഷീദ് ഖുദ എന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിതാക്കന്മാർ എത്തി നിൽക്കുന്നവരുടെ കണ്ണികൾ എത്തി നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജൂത ക്രൈസ്തവ സ്വാധീനത്തിനും പാരമ്പര്യത്തിനുമാണെന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമെന്നത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയാണ് പ്രവാചക തിരുമേനി സൂചിപ്പിച്ചത്. ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻഗാമികളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞപ്പോൾ തന്റെ അനുചരന്മാർ, സ്വഹാബിവരന്മാർ ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, ജൂത ക്രൈസ്തവ സമൂഹത്തെ പിൻപറ്റുമെന്നാണോ പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിച്ചത്? പ്രവാചക തിരുമേനി പറഞ്ഞു, ഫമൻ, അവരെയല്ലാതെ പിന്നെ ആരെയാണ് പിൻപറ്റുക എന്ന് ചോദിച്ചുകൊണ്ട് അത് ശരിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം ചെയ്ത ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളെ ഈ സമുദായം പിൽക്കാലത്ത് പിൻപറ്റുമെന്ന ദീർഘദർശനം അത് അതേപടി കൃത്യമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തന പന്ഥാവിൽ, അവരുടെ വിശ്വാസ മാർഗത്തിൽ നാം നേർക്കുനേരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ആ വളണ്ടിയർമാർ ശ്രദ്ധിക്കണം. നമ്മൾ യാതൊരു കാരണവശാലും പത്രം ഇപ്പോൾ വിതരണം ചെയ്യരുത്. പത്രം ഒരു കാരണവശാലും ഗ്രൗണ്ട് വിതരണം ചെയ്യരുത്. പോകുന്ന ആളുകൾക്ക് ഗ്രൗണ്ടിന്റെ പുറത്ത് വെച്ചുകൊണ്ട് കൊടുക്കുക എന്നല്ലാതെ ഈ ഗ്രൗണ്ടിൽ പത്രം വിതരണം ചെയ്യരുത്. വളണ്ടിയർമാർ ഉടൻ അത് തടയണം. ഈ പണ്ഡിതത്രയങ്ങൾ, ഇവരുടെ പിതൃത്വം എത്തി നിൽക്കുന്ന, പാരമ്പര്യത്തിന്റെ കണ്ണികൾ എത്തി നിൽക്കുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു സയ്യിദ് റഷീദ് ഖുദ, ഈ 3 പേരും നവോത്ഥാനത്തിന്റെ നായകന്മാരാണെന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ എഴുതിയ തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകം ഉൾപ്പെടെയുള്ള അവരുടെ ആനുകാലികങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ധാരാളം എഴുതി വച്ചിട്ടുണ്ട്. അനിഷേധ്യമായ ഒരു പരമാർത്ഥമാണ്. മാത്രമല്ല, ഈ പണ്ഡിതത്രയങ്ങളിൽ 3ാമനായിരുന്ന സയ്യിദ് റഷീദ് പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ എന്ന അറബി മാഗസിന്റെ പേരാണ് KNMന്റെ മുഖപത്രത്തിന് പേരായി അവർ സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 3 പണ്ഡിതന്മാർ ആരായിരുന്നു ഈ 3 പണ്ഡിതന്മാർ? കൃത്യമായി ചരിത്രം പറയുന്നു, ഈ 3 പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകത്തെ നശിപ്പിക്കാൻ പുരുഷയുദ്ധത്തിലൂടെ, ആയുധശക്തിയിലൂടെ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സഹോദരന്മാർ, ക്രൈസ്തവ മിഷണറിമാർ, സായുധ ശക്തി കൊണ്ട് മുസ്ലിം സമൂഹത്തെ തകർക്കാനാകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ധൈഷണിക ശക്തി കൊണ്ട് മുസ്ലിം സംഘത്തെ തകർക്കാൻ വേണ്ടി അവർ രൂപീകരിച്ച ഓറിയന്റലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചക്കാരായി ബ്രിട്ടീഷുകാരുടെയും അമേരിക്കയുടെയും ചാരന്മാരായി ഇസ്ലാമിക ലോകത്ത് നിയോഗിക്കപ്പെട്ടവരാണ് ഇവരുടെ പിതാക്കന്മാരായ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവും സയ്യിദ് റഷീദ് ഖുദയുമെന്ന് ആധികാരികമായി ലോക ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ മാത്രമല്ല, കേരളത്തിലെ തന്നെ പുലർത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ ലേഖകൻ MI മുഹമ്മദ് അലി സുല്ലമി തന്റെ ഗൾഫ് സെൽഫസ് എന്ന പുസ്തകത്തിനും ഇസ്ലാഹ് മാസിക അതിന്റെ കൃത്യമായി 2007 മെയ് ലക്കത്തിനും വെട്ടിത്തുറന്ന് പറയുമ്പോൾ ഒരു കാര്യം തീർച്ച, പാവപ്പെട്ട കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ 14 നൂറ്റാണ്ട് കാലത്തെ പൈതൃകം മഹാന്മാരായ പണ്ഡിതന്മാരോടും സാദാത്തുക്കളോടുമുള്ള ആ ഭക്തിയും ആദരവും മുസ്ലിം മനസ്സിന് പിച്ചു ചീന്തിയെറിയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെ പടച്ചുവിട്ടതിന്റെ പിന്നിൽ ജൂത പാരമ്പര്യമായിരുന്നുവെന്ന് പ്രവാചകരുടെ ദീർഘദർശനത്തിലൂടെ കൃത്യമായി നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ 2ാമത്തെ കക്ഷി കാന്തപുരം വിഭാഗം. ആരാണ് കാന്തപുരം വിഭാഗത്തിന് മേൽ വളരെ കൃത്യമായി ഇതുപോലെ വിശകലനം ചെയ്താൽ, എന്റെ സുഹൃത്തുക്കളെ സൂചിപ്പിച്ചു, ജൂതന്മാരുടെ ടച്ച്, ജൂത സ്വാധീനം പ്രകടമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഗുജറാത്തിൽ പാവപ്പെട്ട
ആയിരക്കണക്കിന് മുസ്ലിം സുഹൃത്തുക്കളെ കശാപ്പ് ചെയ്ത കശ്മലനായ ഈ മോഡി ഉണ്ടല്ലോ, മോഡി ഇന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്ന അയാൾ പറയുന്നത് ഈ മുസ്ലിങ്ങൾ ആയിരങ്ങൾ കശാപ്പ് ചെയ്യപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ വണ്ടിയുടെ അടിയിൽപ്പെട്ട പട്ടി ചതഞ്ഞു മരിക്കുന്ന വികാരം പോലെ എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുന്ന ആ മോഡി കശാപ്പ് കഴിഞ്ഞ ഉടനെ കാന്തപുരത്തിന് വിളിച്ചു വരുത്തി 5 കോടി രൂപ സംഭാവന കൊടുത്തുവെന്ന് പറയപ്പെടുന്ന വാർത്തയുടെ പിന്നിൽ എന്താണ് കാന്തപുരം മോഡി ബന്ധത്തിന് പിന്നിൽ? ഗൗരവതരമായ വിഷയമല്ലേ? ഇതുവരെ നിഷേധിക്കപ്പെട്ടില്ലല്ലോ. പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കാന്തപുരവും മോഡിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ മുടിയും പൊടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ മുടിയും പൊടിയും അതുപോലെ ഏറ്റവും അവസാനം പാനപാത്രമെന്ന പേരിൽ പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ പാനപാത്രത്തിന്റെ പിന്നിൽ, ഈ മുടിയുടെ പിന്നിൽ, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണെന്ന് നമുക്ക് നേരത്തെ നിരീക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഈ കാന്തപുരവും ഈ ഖസ്റജിയും ഇസ്ലാമിക ലോകത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരനായി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ചെച്ചിലിയൻ പോരാളികളെ കൊന്നൊടുക്കിയ ഖസ്റാവും ഒരുമിച്ച് നിന്നുകൊണ്ട്, കമ്പനിയായി നിന്നുകൊണ്ട്, ഫോട്ടോക്ക് നിന്ന് കൊടുത്തുകൊണ്ട് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആരാണ് ഇവിടുത്തെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് ഊഹിക്കാൻ സാധിക്കും. മോഡിക്ക് വേണ്ടി അമേരിക്ക വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലം അത്രയും വിസ നിഷേധിച്ചിരുന്ന ആ മോഡിയുമായുള്ള ബന്ധം, ആ മോഡിയുമായുള്ള ബന്ധം മാത്രമല്ല, അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ശക്തികൾ. അതോടൊപ്പം പ്രകടമായി കാന്തപുരം കൊണ്ടുവന്ന പാനപാത്രം ഒറ്റ നോട്ടത്തിൽ അതിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ലെങ്കിലും ഇത് സൂം ചെയ്ത് നോക്കിയാൽ പ്രകടമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിന്റെ ചിഹ്നം, സയണസിത്തിന്റെ ചിഹ്നം, ഇസ്രായേലിന്റെ പതാകയിൽ സ്ഥാപിച്ച 6 കോണുകളുള്ള ഡാവിഡ് സ്റ്റാർ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി ആരാണ് കാന്തപുരത്തിന്റെ പാനപാത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണ്. അതോട് ചേർത്ത് വായിക്കേണ്ടതാണ്, മാസങ്ങൾക്ക് മുമ്പ് കാന്തപുരത്തിന്റെ മർക്കസിൽ ചെന്നൈയിലുള്ള അമേരിക്കൻ സ്ഥാനപതി വന്നിട്ട് സംഭാഷണം നടത്തിയിട്ട് കാന്തപുരത്തിന് അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വാർത്ത അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു എന്ന വാർത്ത പ്രധാന വാർത്തയാണെങ്കിൽ, കാന്തപുരത്തിന് അഭിമാനകരമായ വാർത്തയാണെങ്കിൽ അവരുടെ മുഖപത്രമായ സിറാജ് വൻ പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ടതല്ലേ? സിറാജ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കാതെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വമ്പിച്ച പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമേരിക്കൻ സ്ഥാനപതി കാന്തപുരത്ത് അമേരിക്കയിലേക്ക് ക്ഷണിച്ചത് ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിക്കുമ്പോൾ ആരാണ് കാന്തപുരം ഇസ്ലാമിക സമൂഹത്തിനെ ഛിന്ന ഭിന്നമാക്കാനും ശിഥിലമാക്കാനും പ്രവാചക തിരുമേനിയോടും ആചാരങ്ങളുമുള്ള മുസ്ലിം മനസ്സുകളുടെ ആദരവ് നിഷ്കാസനം ചെയ്യാനും വളരെ തന്ത്രപരമായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വിധം ആ ജൂതന്മാരുടെ സ്വാധീനം പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മഹാന്മാരുടെ ആദരവ് പച്ചയായി പറിച്ചു മാറ്റുമ്പോൾ കാന്തപുരത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഈ വ്യാജമുടികളിലൂടെ, വ്യാജ ആചാറുകളിലൂടെ അനർഹമായ ആദരവ് നൽകിക്കൊണ്ട് അർഹിക്കുന്ന ആദരവ് പോലും ഇല്ലാതെയാക്കാനുള്ള ഗൂഢമായ നീക്കമാണ് ഈ ഇസ്രായേലിന്റെ ചാരന്മാർ, അമേരിക്കയുടെ ജൂതന്മാർ കൃത്യമായി കാന്തപുരത്തിന്റെ മുന്നിൽ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മഹാത്മാക്കൾ സഹായിക്കുമോ ഇല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഏകസ്വരത്തിൽ ഇസ്ലാമിക ലോകത്ത് ഏകകണ്ഠമായി പറയുന്നു, മഹാത്മാക്കൾക്ക് മരണാനന്തരം സഹായിക്കാൻ സാധിക്കും. പ്രവാചക തിരുമേനിക്ക് ഇപ്പോഴും നമ്മൾ സഹായിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് സഹായിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് സഹായിക്കാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ നമ്മൾ ഇത് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം 1930കളിൽ നാദാപുരത്ത് വെച്ച് സുന്നികളുമായി നടത്തിയ സംവാദത്തിൽ അഭിവന്ദനായ ഉസ്താദുൽ അസാത്തിദ് റയീസുൽ മുഹദ്ദിദീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ സുന്നി വിഭാഗത്തിന് നേതൃത്വം നൽകുമ്പോൾ മറുഭാഗത്തിന് ചോദ്യമുയർന്നു, മഹാത്മാക്കൾ മരണാനന്തരം സഹായിക്കുന്നതിന് പ്രവാചകന്മാർ മരണാനന്തരം സഹായിക്കുന്ന തെളിവെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഫതാവ റമ്മിയിൽ നിന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വളരെ കൃത്യമായി ആധികാരികമായി ഉദ്ധരിച്ചു, അമ്പിയാക്കളുടെ അമാനുഷികമായ കഴിവുകൾ, ഔലിയാക്കളുടെ കറാമത്തുകൾ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നില്ല, എക്കാലവും നിലനിൽക്കുമെന്ന ആധികാരികമായി ഫത്താവ റമ്മിയുടെ ഉദ്ധരണി മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉദ്ധരിച്ചുവെങ്കിൽ ഇന്ന്
കാന്തപുരം വിഭാഗത്തിന്റെ സമാന്തര സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പച്ചയായി പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ മുഴുവനും മരണത്തോടുകൂടി അവസാനിച്ചുപോയി. തങ്ങളുടെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്ത് ഇത് മാത്രമാണ്, ഖുർആൻ മാത്രമാണെന്ന് പച്ചയായി പറയുമ്പോൾ, അതോടൊപ്പം ഞാൻ ചേർത്ത് പറയട്ടെ, അവരുടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടാമനെന്ന പേരോടെന്ന് പറയുന്ന മൗലവി, ഈ പേരോട് മൗലവി പറയുന്നു, പ്രവാചക തിരുമേനിയുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് ജീവിതകാലത്ത് നിഴലിലായിരിക്കാം, പക്ഷെ മരണാനന്തരം നിഴൽ ഉണ്ടാകുമെന്ന് കൃത്യമായി പറയുമ്പോൾ, അതേസമയം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഹജർ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള ആദരണീയരായ പണ്ഡിതന്മാർ പറയുന്നു, പ്രവാചക തിരുമേനിയുടെ ആസാറുകൾക്ക്, പ്രവാചക തിരുമേനിയുടെ മുടിക്ക്, പ്രവാചകരുടെ ശരീരഭാഗങ്ങൾക്ക് നിഴലുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം വിഭാഗത്തോട് ചോദിക്കട്ടെ, കാന്തപുരം വിഭാഗത്തിന് അധ്യക്ഷൻ വന്നിട്ടുണ്ടല്ലോ പുതിയത്, മറുവിഭാഗത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ഈ അധ്യക്ഷനോട് ചോദിക്കട്ടെ, അയാൾ നിലപാട് നിങ്ങൾ നോക്കിക്കാണുകയാണ്. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്നവരാണെന്നല്ലോ അവകാശപ്പെടുന്നത്. ഈ രണ്ട് വിഷയത്തിൽ പ്രവാചകന്മാരുടെ മുഴുജിതത്വം പ്രത്യേകതകളും അവരുടെ മരണത്തോടുകൂടി അവസാനിച്ചു പോയി എന്ന് പറയുന്ന പൊന്മയുടെ വാദമാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്, അതോ മഹാനായ ഫത്താവ റംദി ഇമാം റംദി റളിയല്ലാഹു അൻഹുവിന്റെ സുന്നി വാദമാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ആണത്തമുണ്ടെങ്കിൽ മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥമാണ്. നിങ്ങൾക്ക് സിറാജ് പത്രമുണ്ടല്ലോ, മറുപടി എഴുതിക്കൂടെ? സിറാജിൽ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയി ഫേസ്ബുക്കിൽ കൊടുക്കാൻ സാധിക്കില്ലേ? സുന്നിയും മുജാഹിദും അതിശക്തമായി നിലനിൽക്കുന്ന വിയോജിപ്പുള്ള വിഷയമാണ്, അടിസ്ഥാനപരമായ ഭിന്നതയുള്ള വിഷയമാണ്. മരണാനന്തരം മഹാത്മാക്കൾക്ക് സഹായിക്കാൻ സാധിക്കുമോ? ഇല്ലേ, സഹായിക്കാൻ സാധിക്കുമെന്ന് സുന്നി ലോകം പറയുന്നു. സുന്നികളെ ഫത്താവ റംദി ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് പൊന്മള അബ്ദുൽ ഖാദർ ഷാ നിങ്ങളെ പ്രസിഡന്റ് നിരാകരിക്കുന്നു. നിങ്ങൾ സുന്നികളുടെ കൂട്ടമാണോ, അതോ പൊന്മയുടെ കൂടെയാണോ? അതോ പൊന്മയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ നടപടി സ്വീകരിക്കുമോ, അല്ലെങ്കിൽ തിരുത്തുമോ? മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുപോലെ സുന്നി ലോകം ഏകകണ്ഠമായി ഇബ്നു ഹജർ ഹൈത്തമി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ പറയുന്നു, പ്രവാചക തിരുമേനിക്ക് നിഴലില്ല, തങ്ങളുടെ വസ്തുക്കൾക്കൊന്നും നിഴലില്ല എന്ന് കൃത്യമായി പറയുമ്പോൾ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നിങ്ങളുടെ സെക്രട്ടറി പറയുന്നു, അല്ല പ്രവാചക തിരുമേനിക്ക് നിഴലുണ്ട് എന്ന്. നിങ്ങൾ പൂർവികരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൂടെ നിൽക്കുന്നോ, അതോ നിങ്ങളുടെ സെക്രട്ടറിയുടെ കൂടെ നിൽക്കുന്നോ? നിലപാട് വ്യക്തമാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമാണ്. നിലപാട് വ്യക്തമാക്കാൻ നിങ്ങൾ കഴിയില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സുന്നികളോട് തുറന്നു പറയണം, എങ്കിൽ ഇസ്തിഗാസ അനുവദനീയമാണോ? മഹാത്മാക്കൾക്ക് മരണാനന്തരം സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ മഹാത്മാക്കൾ സഹായം ചോദിക്കാമെന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടനുസരിച്ച് മഹാത്മാക്കൾക്ക് മരണാനന്തരം സഹായിക്കാൻ സാധിക്കുമെന്ന് തെളിവോടെ പറയൂ. നിങ്ങൾ മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ നിങ്ങളെ കൊണ്ട് മറുപടി പറയുന്നത് തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, അമ്പലക്കടവ് ഫൈസി മുജാഹിദിലേക്ക് എന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മുജാഹിദ് എന്നാൽ പോരാട്ടം നടത്തുന്നവൻ എന്നാണ്. കേരളത്തിലെ ബിദഅഈ പ്രസ്ഥാനത്തിനെതിരെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, ജമാഅത്തുകാർക്കെതിരെ, തബ്ലീഗിനെതിരെ, സകല അവാന്തര വിഭാഗങ്ങൾക്കുമെതിരെ സർവോപരി പ്രവാചക നിന്ന് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാന്തപുരം വിഭാഗത്തിനെതിരെ ധീരമായി പോരാട്ടം നടത്തുന്ന ഒന്നാം നമ്പർ മുജാഹിദാണ് ഞാൻ എന്ന് ആധികാരികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ കൊണ്ടൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ ആ വ്യാമോഹം നിങ്ങൾ പോക്കറ്റ് വെക്കുക മാത്രമായിരിക്കും നല്ലത് എന്ന് സാന്ദർഭികമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അഭിവന്ദനായ CM ചെമ്പരിക്ക ഉസ്താദ്, അഭിവന്ദനായ നമ്മുടെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അടിവരയിട്ടൊരു കാര്യം പറഞ്ഞു. മഹാനവരുടെ കൊലപാതകം സംബന്ധിച്ച് ഇതുവരെ നടന്ന അന്വേഷണം തൃപ്തികരമല്ല, അതുകൊണ്ട് CBI പുനരന്വേഷണം നടത്തിയേ തീരൂ സമസ്ത ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കത്തയച്ചിട്ടുണ്ട് പുനരന്വേഷണം നടത്താമെന്ന് വാക്ക് തന്നുകൊണ്ട്. പക്ഷെ ആ വാക്ക് ഇന്നുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഉചിതമായ നടപടിയുമായി സമസ്തക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചത് അഭിവന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ ഗവൺമെന്റ് ഓർപ്പിക്കുന്നു, അത് കേരള ഗവൺമെന്റ് ആയിരുന്നാലും ശരി, കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നാലും ശരി, മഹാനായ CM ഉസ്താദിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ചൂട്ടുപിടിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും ശരി, CM ഉസ്താദ് അല്ലാഹുവിന്റെ സൂഫിയായ പണ്ഡിതനാണെങ്കിൽ, മഹാനായ പാണക്കാട്
സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ ഈ സംഘത്തിന് നായകത്വം നൽകുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാരന്മാർക്ക് ഘാതകന്മാർക്ക് ഒത്താശ നൽകുന്ന സകലമാന രാഷ്ട്രീയ നായകന്മാരെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ആവശ്യമായ സമരമായി മുന്നോട്ട് പോകാൻ പ്രക്ഷോഭ സമിതി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ ഞാൻ അവസാനിപ്പിക്കുന്നു. സുപ്രഭാതം ദിനപത്രം എല്ലാവരും സൂചിപ്പിച്ചു. നമുക്ക് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചിരുന്നത് ഒരു ദിനപത്രത്തിന്റെ അഭാവം അതൊന്നുകൊണ്ട് മാത്രമായിരുന്നു. അപാരമായ അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന് പറയാം. സമസ്ത കേരള ജംഇയ്യത്തുകളുടെ നേതൃത്വത്തിൽ ഈ കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ നടക്കുന്ന പല പത്രങ്ങളും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ്. 9379 മദ്രസകൾ സ്ഥാപിക്കുന്ന ആ മഹല്ലുകൾക്ക് വേണ്ടി, കേരളത്തിനകത്തും പുറത്തുമുള്ള ദശലക്ഷക്കണക്കിന് മലയാളികൾക്ക് വേണ്ടി സുപ്രഭാതം ദിനപത്രം ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 1 പുറത്തിറങ്ങുമെന്ന് ഇതാ പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ആ പത്രം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കാന്തപുരത്തിന്റെ ആ ഗ്രൂപ്പിൽ നിന്ന് ഇതാ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പത്രം കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇത്രയും കാലം മറച്ചു വച്ചിരുന്ന കാന്തപുരത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞതോടുകൂടി കാന്തപുരം വിഭാഗം എന്നേക്കുമായി ദുർബലമായി പോകും, നാമാവശേഷമായി പോകുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുന്നതോടൊപ്പം ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. ഈ സുന്നി മക്കൾ കാന്തപുരം വിഭാഗത്തിന്റെ മുടിയെ താഴെ വെപ്പിച്ച മക്കളാണ്. കാന്തപുരത്തോട് പറയട്ടെ, ആ പാത്രമുണ്ടല്ലോ, ആ പാത്രം പുറത്തെടുക്കാൻ പോലും സുന്നി മക്കൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രം ഞാൻ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അഭിനന്ദനീയനായ പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ ഇതാ സുന്നി യുവ സംഘത്തിന്റെ 60ാം വാർഷിക മഹാസമ്മേളന സദസ്സിൽ വെച്ച് SKSSയുടെ സിൽവർ ജൂബിലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2015 ഫെബ്രുവരി 19, 20, 21, 22 തൃശൂർ സമർഖന്ദിൽ. ഇനി ആ പ്രചരണവുമായി നമുക്ക് ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാം, വിശ്രമമില്ല. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ധീരമായി സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ അസത്യവാദികൾക്കെതിരെ, കള്ളവാദികൾക്കെതിരെ, വ്യാജ പ്രചരണക്കാർക്കെതിരെ, പ്രവാചക നിന്നകർക്കെതിരെ, ബിദ്അത്തുകാർക്കെതിരെ സന്ധിയില്ല സമരവുമായി നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ആമീന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് എല്ലാ സഹോദരങ്ങളും സ്നേഹപൂർവ്വം ഉണർത്തിക്കൊണ്ട് സഭനയം അവസാനിപ്പിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.